ശരീരത്തിൻ്റെ അളവുകൾ എങ്ങനെ എടുക്കാം എന്ന് പരിശീലിക്കുന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു വ്യക്തിയുടെ അളവ് എടുക്കാൻ പഠിക്കും, സ്റ്റാൻഡേർഡ് അളവ് ഒരു വ്യക്തിഗത അളവുമായി താരതമ്യം ചെയ്യാൻ പഠിക്കും, ഒരു വസ്ത്രത്തിൻ്റെ അളവുകൾ വ്യത്യസ്ത രീതിയിൽ എടുക്കാനും പഠിക്കും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: മെഷറിംഗ് ടേപ്പ് 150 cm, ഡ്രസ് ഫോം 1 number, pencil or pen 2H 1 number, record notebook 1 number. Take measurement of individual figure. Bust round. ബസ്റ്റിന്റെ ഫുള്ളസ്റ്റ് പോയിന്റിന് ഫിഗർ മെഷർ ചെയ്യുക. ബാക്കിൽ ടേപ്പ് ഫോൾ ആകുന്ന രീതിയിൽ അലോ ചെയ്യാൻ പാടില്ല. വേസ്റ്റ്. ഈ മെഷർമെന്റ് വേസ്റ്റിന് റൗണ്ടായിട്ട് എടുക്കണം ആൻഡ് ഇത് കംഫർട്ടബിൾ ആണോ എന്നും ഉറപ്പാക്കണം. ഹിപ്പ്. വേസ്റ്റ് ലൈനിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 21 cm ഉള്ള രീതിയിൽ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹിപ്പ് മെഷർ ചെയ്യുക. ബാക്ക് വിഡ്ത്ത്. സെന്റർ ബാക്കിൽ നെക്ക് ബോണിൽ നിന്ന് 15 cm താഴെ ബാക്ക് വിഡ്ത്ത് മെഷർ ചെയ്യുക. ആം ഹോളിൽ നിന്ന് ആം ഹോൾ വരെ മെഷർ ചെയ്യുക. ചെസ്റ്റ്. സെന്റർ പോയിന്റിൽ നിന്ന് നെക്ക് പോയിന്റിന്റെ 7 cm താഴെ ചെസ്റ്റ് മെഷർ ചെയ്യുക. ഇതും ആം ഹോൾ ടു ആം ഹോൾ ചെയ്യുക. ഷോൾഡർ. നേപ്പ് ഓഫ് ദ നെക്കിൽ നിന്ന് ഷോൾഡർ ബോൺ വരെ മെഷർ ചെയ്യുക. നെക്ക് സൈസ്. ഫ്രണ്ട് കോളർ ബോൺ ടച്ച് ചെയ്ത് ബേസ് ഓഫ് നെക്ക് മെഷർ ചെയ്യുക. ഡാർട്ട്. സൈസ് ചാർട്ടിൽ നിന്ന് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് എടുക്കുക. ടോപ്പ് ആം ബൈസെപ്സ് മെഷർ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുന്നേ ആം ബെൻഡ് അല്ല എന്ന് ഉറപ്പാക്കണം. റിസ്റ്റ്. റിസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുക. ഇതിന് സ്ലൈറ്റ് ഈസായി റിസ്റ്റിന് ചുറ്റിലും എടുക്കുക. ആങ്കിൾ. ആംഗിൾ മെഷർമെന്റ് എടുക്കുക. ഇത് ആംഗിൾ ബോണിന് ചുറ്റിലും എടുക്കുക. ഹൈ ആംഗിൾ. ഇത് ലെഗിൽ നിന്ന് തന്നെ മെഷർ ചെയ്യുക. ആംഗിളിൽ നിന്ന് കുറച്ച് മേലെ ആയിരിക്കണം. നേപ്പ് ടു വേസ്റ്റ്. ഇത് നെക്ക് ബോണിൽ നിന്ന് സെന്റർ ബാക്ക് സ്ട്രിംഗ് ടൈഡ് അറൌണ്ട് ദ വേസ്റ്റ് വരെ മെഷർ ചെയ്യുക. ഫ്രണ്ട് ഷോൾഡർ ടു വേസ്റ്റ്. ഇത് ഫ്രണ്ട് ഷോൾഡറിന്റെ സെന്റർ വരെ മെഷർ ചെയ്യുക. ശേഷം ബസ്റ്റ് പോയിന്റ് ടു വേസ്റ്റ് വരെ ടേപ്പ് ചെയ്യുക. ആം ഹോൾ ഡെപ്ത്. സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എടുത്ത് മെഷർമെന്റ് അതുമായിട്ട് വെരിഫൈ ചെയ്യുക. സ്കേർട്ട് ലെങ്ത്. വേസ്റ്റിൽ നിന്ന് സ്കേർട്ട് ലെങ്ത്തിന് മെഷർ ചെയ്യുക. കൂടാതെ റിക്വയർഡ് ഹെം ലെങ്ത്തിന് എടുക്കണം. നോട്ട്. ഫിഗറിന്റെ ബാലൻസ് ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുവാൻ വേസ്റ്റിൽ നിന്ന് ഫ്ലോർ വരെ ബാക്ക് ആൻഡ് ഫ്രണ്ടിൽ മെഷർ ചെയ്യുക. വേസ്റ്റ് ടു ഹിപ്പ്. വേസ്റ്റിൽ നിന്ന് ഹിപ്പ് ലെവലിന്റെ താഴെ വരെ മെഷർ ചെയ്യുക. വേസ്റ്റ് ടു ഫ്ലോർ. സെന്റർ ബോഡിയിൽ വേസ്റ്റിൽ നിന്ന് ഫ്ലോർ സ്റ്റാർട്ടിംഗ് വരെ മെഷർ ചെയ്യുക. ബോഡി റൈസ്. സബ്ജക്റ്റ് ഇതിൽ ഹാർഡ് ചെയറിൽ ഇരിക്കണം. ഈ മെഷർമെന്റ് സൈഡിൽ വേസ്റ്റിൽ നിന്ന് ചെസ്റ്റ് വരെ എടുക്കണം. സ്ലീവ് ലെങ്ത്. ഹാൻഡ് ഹിപ്പിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ആം ബെൻഡ് ആയിരിക്കൂ. ഷോൾഡർ ബോണിൽ നിന്നും മെഷർ ചെയ്യുക. ലിറ്റിൽ ഫിംഗറിന്റെ മേലെ എൽബോയിൽ നിന്ന് റിസ്റ്റ് ബോൺ വരെ ടേപ്പ് നീട്ടുക. നോട്ട്. ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ മെഷർമെന്റ്സ്. ലിസ്റ്റ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സുമായിട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നോ എന്ന് കെയർഫുള്ളായി ചെക്ക് ചെയ്യണം. ആൻഡ് എനി ഗ്രേറ്റ് ഡീവിയേഷൻ അക്കൗണ്ടഡ് ഫോർ. സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ മെഷർമെന്റ് യൂസ് ചെയ്ത് ബ്ലോക്സ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ബോഡി മെഷർമെന്റ്സ്. ലാർജസ്റ്റ് പെർസെന്റേജ് ഓഫ് ദ പോപ്പുലേഷൻ മീഡിയം ഹൈ റേഞ്ചിൽ ഉൾപ്പെടുന്നു. ബർത്ത് ഓഫ് വുമൺ എന്ത് തന്നെ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞാലും ജനറൽ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റും ഹൈറ്റിന്റെ കൂടെ തന്നെ ഇൻക്രീസ് ആവണം. ഈ ഫീച്ചർ സൈസ് ചാർട്ടിൽ റിഫ്ലക്റ്റ് ആയിരിക്കും. വിമണിന്റെ സൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ മീഡിയം ഹൈറ്റ് 160 cm to 170 cm താഴെ കൊടുത്തിരിക്കുന്നു. കമ്പയർ ദ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് വിത്ത് ഇൻഡിവിജ്വൽ മെഷർ. ഒരു ഗാർമെന്റ് കൺസ്ട്രക്ട് ചെയ്യുവാൻ ബോഡിയുടെ അനാട്ടമി നോളജ് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഹ്യൂമൻ ഫിഗറിന്റെ ഐഡിയൽ പ്രൊപ്പോർഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് 8 ഹെഡ് തിയറി എന്ന ഒരു ഹെൽപ്ഫുൾ സിസ്റ്റം ആണ്. ഈ തിയറി പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരാളുടെ ബോഡി 8 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ആയിരിക്കും. ഹെഡ് ഹൈറ്റിന്റെ സൈസ് ആണ് ബാക്കി എല്ലാ യൂണിറ്റ്സിനും മെഷർ ആയിരിക്കുക. യൂണിറ്റ് 1 ഹെയർ ടു ചിൻ. യൂണിറ്റ് 2 ചിപ്പ് ടു നിപ്പിൾ. യൂണിറ്റ് 3 നിപ്പിൾ to navel. Unit 4 navel to public organ.
Unit 5, public organ to mid-thigh. Unit 6, mid-thigh to below the knee. Unit 7, below the knee to above the ankle. Unit 8, above the ankle to toe. Alteration of garment as per requirement of customer. Problem: ബസ്റ്റ് ഡാർട്ടിന്റെ താഴെയുള്ള ഫോൾസ്. സൊല്യൂഷൻ: ഡാർട്ട് അൺഡു ചെയ്തിട്ട് സൈഡ് സീം പാർട്ട് ഓഫ് ചെയ്യുക. ഷോൾഡർ ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ബിഗർ ഡാർട്ട് റീപിൻ ചെയ്യുക. സൈഡ് സീം പിൻ ചെയ്ത് എക്സസ് ഫാബ്രിക് പുറത്തേക്കെടുക്കുക. പ്രോബ്ലം: ലോ വേസ്റ്റ്. സൊല്യൂഷൻ: വേസ്റ്റിന് ചുറ്റിലും ബാൻഡ് ടൈ ചെയ്തിട്ട് വേസ്റ്റ് ലൈൻ റീമാർക്ക് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് സ്കേർട്ടിന്റെ ന്യൂ വേസ്റ്റ് ലൈൻ റീപിൻ ചെയ്യുക. പ്രോബ്ലം: ബാഗി ബിലോ ദ ഹിപ്പ്. സൊല്യൂഷൻ: ബാക്കിൽ സ്കേർട്ട് ചെറുതായി ഉയർത്തി റീപിൻ ചെയ്യുക. പ്രോബ്ലം: ഗ്യാപ്പിംഗ് ആം ഹോൾ. സൊല്യൂഷൻ: ഡാർട്ട് അൺഡു ചെയ്തിട്ട് ബിഗർ ഡാർട്ടായി പിൻ ചെയ്യുക. ഇത് ബസ്റ്റ് പോയിന്റിന് ടുവേർഡ്സ് ആയിട്ട് പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആം ഹോളിലുള്ള ഷോൾഡർ സീം ആരെങ്കിലും ഒരാൾ ലിഫ്റ്റ് ചെയ്യണം. പ്രോബ്ലം: ലോ നെക്ക് ലൈൻ ഗ്യാപ്സ്. സൊല്യൂഷൻ: ഫ്രണ്ട് ഷോൾഡർ സീം ലിഫ്റ്റ് ചെയ്യുക. ആവശ്യം വരികയാണെങ്കിൽ ഡാർട്ട് പോയിന്റ് ലോവർ ചെയ്യുക. പ്രോബ്ലം: ഫോൾഡ്സ് ഇൻ ദ ഡ്രസ് ബിലോ ദ വേസ്റ്റ്. സൊല്യൂഷൻ: ആം ഹോളിന്റെ താഴെയുള്ള സൈഡ് സീം അൺഡു ചെയ്യുക. കൂടാതെ ഗാർമെന്റ് സ്മൂത്തായി ഹാങ് ആകുന്ന രീതിയിൽ ഈസ് ഔട്ട് ചെയ്യുക. പ്രോബ്ലം: ടൈറ്റ് നെക്ക് ഓർ ആം ഹോൾ. സൊല്യൂഷൻ: ടെൻഷൻ റിലീസ് ആകുവാൻ വേണ്ടി സീം അലവൻസ് സ്ലാഷ് ആൻഡ് സ്നിപ്പ് ചെയ്യുക. ഇത് മതിയാകുന്നില്ലെങ്കിൽ ഒരു ന്യൂ സീം ലൈൻ മാർക്ക് ചെയ്യുക. ഇത് മുന്നേ ഇരുന്നതിനേക്കാളും ലോവർ ആയിരിക്കണം. പ്രോബ്ലം: നെക്ക് ലൈൻ സ്റ്റാൻഡ്സ് എവേ ആൻഡ് ഫോൾഡ്സ് ബിലോ. സൊല്യൂഷൻ: ഷോൾഡർ സീം റിലീസ് ചെയ്യുക. കൂടാതെ ആം ഹോൾ എഡ്ജ് ലെറ്റ് ഔട്ട് ചെയ്യുക. പ്രോബ്ലം: ഷോൾഡർ സീം ലൈസ് ടുവേർഡ്സ് ദ ഫ്രണ്ട് ഓഫ് ദ ഷോൾഡർ. സൊല്യൂഷൻ: ഷോൾഡർ സീം അൺഡു ചെയ്യുക. ഫ്രണ്ട് സീം അലവൻസ് മാത്രം അൺഡു ചെയ്യുക. പ്രോബ്ലം: ഫോൾഡ്സ് അക്രോസ് സ്ലീവ് അറ്റ് ദ ടോപ്പ്. സൊല്യൂഷൻ: എക്സിസ്റ്റിംഗ് ലൈനിന്റെ താഴെ ഒരു ന്യൂ ഫിറ്റിംഗ് ലൈൻ മാർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് ക്യാപ് ഹൈറ്റ് റെഡ്യൂസ് ചെയ്യുകയുള്ളൂ. പ്രോബ്ലം: സ്ലീവ് ഹാങ്സ് ടുവേർഡ്സ് ദ ബാക്ക്. സൊല്യൂഷൻ: സ്ലീവ് റിമൂവ് ചെയ്തിട്ട് സെന്റർ ഓഫ് ദ സ്ലീവിലേക്ക് നോച്ച് മൂവ് ചെയ്ത് റീപിൻ ചെയ്യുക. ഇത് ബാക്കിലേക്ക് ടുവേർഡ്സ് ആയിരിക്കണം. അപ്പോഴേ സ്ലീവ്സ് ഫ്രണ്ടിൽ നന്നായിട്ട് ഹാങ് ആകൂ. പ്രോബ്ലം: ട്രൗസേഴ്സ് ആർ ലൂസ് അറ്റ് വേസ്റ്റ്, hip or leg. Creases on leg and trousers stands away at waist. Solution: സൈഡിലുള്ള എക്സസ് ഫാബ്രിക് എടുക്കുക. ഒപ്പം ഒറിജിനൽ സീം ലോവർ ഡൗൺ ആകുന്ന രീതിയിലും എടുക്കുക. ലാർജർ ഹിപ്പിനു വേണ്ടി ഡാർട്ട് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക. എക്സസ് ഔട്ടർ സീമിന് ടുവേർഡ്സ് ആയി പിൻ ചെയ്യുക. പ്രോബ്ലം: ട്രൗസേഴ്സ് ടൈറ്റ് ബിലോ ദ വേസ്റ്റ്, ക്രീസ് അറൗണ്ട് അബ്ഡോമൻ. സൊല്യൂഷൻ: ഡാർട്സ് റിലീസ് ചെയ്യുക. ഇതിന്റെ വിഡ്ത്ത് ആൻഡ് ലെങ്ത്തും റെഡ്യൂസ് ചെയ്യുക. ശേഷം ഔട്ടർ സീമിലുള്ള ഈസ് റിലീസ് ചെയ്തിട്ട് വീണ്ടും റീപിൻ ചെയ്യുക. ടൈലർ ഉറപ്പായിട്ടും ഗാർമെന്റിന്റെ ഫിറ്റിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഫോളോയിങ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഷോൾഡേഴ്സ്: സീം നിർബന്ധമായും എഡ്ജ് ഓഫ് ദ ഷോൾഡറിൽ ആയിരിക്കണം. ഷോൾഡേഴ്സ് നിർബന്ധമായും വൈഡ് ഇനഫ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ സ്ലീവ്സ് ആ പൊസിഷനിൽ കംഫർട്ടബിളായി ഹാങ് ആയി നിൽക്കൂ. ഗാർമെന്റിന്റെ ഷോൾഡർ സ്ലോപ്പ് വെയറിന്റെ ഷോൾഡർ സ്ലോപ്പുമായി നന്നായി സിങ്ക് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെസ്റ്റ് ഓർ ബസ്റ്റ്. ബസ്റ്റ് ലൈനിന്റെ ഫുള്ളസ്റ്റ് പാർട്ട് ഓഫ് ദ കർവിന് കുറച്ചു മുന്നേ 1 ഇഞ്ചിന് ടിപ്പ് ഓഫ് ദ ഡാർട്ട് അവിടെ തന്നെ അവസാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡാർട്ട് ഇൻകറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്റ്റ് ഏരിയയ്ക്ക് ചുറ്റും ഗാർമെന്റ് വളരെ ഫിറ്റഡ് ആയിരിക്കും. നെക്ക് ലൈൻ. നോർമൽ നെക്ക് ലൈനിന്റെ ഫ്രണ്ട് എപ്പോഴും ബാക്ക് നെക്ക് ലൈനേക്കാളും കുറച്ച് ലാർജർ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നെക്ക് ലൈൻ ഒരിക്കലും വളരെ ലാർജായോ വളരെ സ്മോൾ ആയോ ഇരിക്കാൻ പാടില്ല. കോളർ. കോളറിന്റെ സർക്കംഫറൻസ് നോക്കുകയാണെങ്കിൽ നെക്ക് ലൈനുമായി കമ്പയർ ചെയ്യുമ്പോൾ 1/4 ഓഫ് ദ ഇഞ്ച് അധികമായി ഉണ്ടാവണം.
നിങ്ങളെക്കൊണ്ട് എപ്പോഴും നെക്കിനും ഷർട്ടിനും ഇടയിൽ ഒരു ഫിംഗർ സ്ലിപ്പ് ചെയ്യാൻ കഴിയണം. ഇത് സ്ട്രഗിളോ ഫോഴ്സോ ചെയ്യാതെ തന്നെ ഈസിയായിട്ട് അകത്ത് പോകണം. കോളർ ഒരിക്കലും വളരെ ടൈറ്റായോ വളരെ ലൂസായോ ഇരിക്കാൻ പാടില്ല. സ്ലീവ്സ് ബൈസെപ്സിലുള്ള ക്രോസ് വൈസ് ഗ്രെയിൻ പാരലൽ ടു ദ ഫ്ലോർ ആയിരിക്കണം. സ്ലീവ് വളരെ ഫിറ്റഡ് ആയോ അല്ലെങ്കിൽ വളരെ ലൂസായോ ഇരിക്കാൻ പാടില്ല, കാരണം അത് ഡിസ്കംഫർട്ട് ആയിരിക്കും. ഗാർമെന്റിന്റെ നാരോവെസ്റ്റ് പാർട്ട് വേറൊരുടെ വേസ്റ്റിന് കറക്റ്റ് ആയിരിക്കണം. ഹിപ്സ് ഗാർമെന്റ്സ് എപ്പോഴും ഹിപ്പ് ഏരിയയ്ക്ക് എനഫ് റൂമിൽ ആയിരിക്കണം. ഗാർമെന്റിൽ ഒരിക്കലും തൈ ഏരിയയിലോ അല്ലെങ്കിൽ ഹിപ്പ് ഏരിയയിലോ എക്സസ് ഈസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് വെർട്ടിക്കൽ ഫോൾസിനെ ബാധിക്കും. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ അളവെടുക്കാൻ പഠിച്ചു. സ്റ്റാൻഡേർഡ് അളവ് വ്യക്തിഗത അളവുമായി താരതമ്യം ചെയ്യാൻ പഠിച്ചു. ഒരു വസ്ത്രത്തിൻ്റെ അളവുകൾ വ്യത്യസ്ത രീതിയിൽ എടുക്കുവാനും പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.